ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ടൈലർ സ്വിഫ്റ്റിനെ കുറിച്ചാണ്. ടൈലർ സ്വിഫ്റ്റിനെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറയാം. ടൈലർ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അമേരിക്കൻ സോങ് റൈറ്ററാണ്, അതുപോലെ തന്നെ ഒരു സിംഗറാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ജസ്റ്റ് ആ ഒരു ലൈഫിൻ്റെ ഒരു കുഞ്ഞു പോർഷനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടൈലർ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞിലേ മുതൽ പുള്ളിക്കാരിയുടെ ഒരു ആഗ്രഹമാണ് നല്ലോണം പാട്ടുകാരിയാവണം, നല്ലൊരു പാട്ടുകാരിയാവണം, അല്ലെങ്കിൽ ഒരു സോങ് റൈറ്റർ ആവണം എന്നുള്ളത്. കുഞ്ഞിലേ മുതൽ, അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ ഓരോ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി പാട്ട് പാടും. പാട്ട് പാടിയാൽ ഒന്ന് എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും അവളെ ഒരു രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. എല്ലാവരും പുള്ളിക്കാരിയെ ഒരു വിചിത്ര ജീവി, അല്ലെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കും, അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു. അതിലൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അവളുടെ 11ാമത്തെ വയസ്സിൽ അവൾ എന്ത് ചെയ്യും, അത്രയും നാളത്തെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇരുന്ന് എന്താ പറയുക ഒരു സോങ് എഴുതും. അതുപോലെ തന്നെ വേറുള്ള ടൈമിൽ എന്താ പറയുക പാട്ട് പഠിക്കാനായിട്ട് വേറൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തു. പിന്നെ ആ സമയത്തും പല പല ഈവൻസിൽ പോയിട്ട് പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അവളുടെ ലൈഫ് മുന്നോട്ട് പോയി. പക്ഷേ അതിനൊക്കെയുള്ള ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ മാത്രമായിരുന്നു. അതായത് എവിടെയെങ്കിലും ഇവളുടെ ആ ഒരു പാട്ടൊന്ന് ജസ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ആ ഒരു ഏജിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു രീതിയിൽ തന്നെയാണ്, അതിൽ ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ അതിൽ നിന്നൊക്കെ റിജക്റ്റ് ചെയ്യും. പക്ഷെ ആൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആവും. ആൾ തന്നെ തീരുമാനിക്കും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവളുടെ 13ാമത്തെ വയസ്സിൽ ആൾ ഗിറ്റാർ പഠിക്കും. അങ്ങനെ സ്വന്തമായിട്ട് ഗിറ്റാർ വായിച്ചു, അതുപോലെ തന്നെ പാട്ടുകൾ പാടി. അങ്ങനെ അവളുടെ സോങ്സ് ഹിറ്റായി 30 മില്യൺസിനും മേൽ അവളുടെ സോങ്സ് വിറ്റഴിഞ്ഞു. അങ്ങനെ അവൾക്ക് ഒത്തിരി ഫാൻസായി. അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു ലൈഫിൽ, അതായത് ആ ഒരു പ്രായത്തിൽ അവൾക്ക് അതിലും വലുതായിട്ട് കിട്ടാനായിട്ട് വേറൊന്നുമില്ല. അവൾ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് അവൾക്ക് എത്താനായിട്ട് സാധിച്ചു. പക്ഷേ ഇതെല്ലാം അവളുടെ പേഴ്സണൽ ലൈഫിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവളുടെ ആ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവളുടെ ആ ഒരു പേഴ്സണൽ ലൈഫിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അവളുടെ ആ ഒരു കാഴ്ചയിൽ, അതായത് ബോഡി ഷേമിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് പിന്നെയും നെഗറ്റീവായി. അങ്ങനെ അവൾ വിചാരിക്കും ഞാൻ എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് അവളുടെ ഡയറ്റിൽ ശ്രദ്ധിക്കും, എക്സസൈസ് ചെയ്തു തുടങ്ങും. അങ്ങനെ അവളെല്ലാം അവളുടേതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. പക്ഷെ അതിനൊക്കെ വേറെ രീതിയിലുള്ള ഇമ്പാക്റ്റും അവൾക്ക് ഉണ്ടായി. അങ്ങനെ ഒരു അവാർഡ് വിന്നിങ് ഫംഗ്ഷന് ഇവള് പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ചിട്ട് ഇവൾക്ക് അവാർഡ് കൊടുക്കും. ഇവള് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ അവാർഡൊക്കെ സ്വീകരിക്കും. അങ്ങനെ അതിനുശേഷം വേറൊരു സിംഗർ അവളുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിയിട്ട് പറയും എന്താണ് നമ്മുടെ ടൈലർ സ്വിഫ്റ്റ് ഈ ഒരു അവാർഡിന് ഒരിക്കലും അർഹയല്ല എന്ന് പറയും. ഇത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും അവളങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആവും. അവൾ ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലൈഫിൻ്റെ വലിയ ഒരു എന്താ പറയുക ഒരു വഴിത്തിരിവായിരുന്നു. അവൾ എന്താ ചെയ്യുന്നത്, അതോടുകൂടി അവളൊരു ഗ്യാപ്പ് എടുക്കും. അതായത് ഒരു 1.5 വർഷത്തോളം അവളുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ അതൊക്കെ നിർത്തിവെച്ച് പാട്ടെല്ലാം നിർത്തി 1 വർഷത്തോളം അവൾ ഒന്നും ചെയ്യാതെ തന്നെ ഒരു ബ്രേക്കായിട്ട് തന്നെ അവൾ ഇരുന്നു. ശരിക്കും അവളെന്താണ്, അല്ലെങ്കിൽ അവളെ തന്നെ അവൾക്ക് നല്ല രീതിയിൽ നഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഈ ഒരു 1.5 വർഷത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം അവൾ തന്നെ ചിന്തിച്ചു, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തിനാ മറ്റുള്ളവരെല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു വാശി എന്തിനാ എനിക്ക്. അവരെന്തും പറഞ്ഞോട്ടെ, മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യണമെങ്കിൽ ജഡ്ജ് ചെയ്തോട്ടെ, പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ജീവിക്കും എന്ന് വിചാരിച്ച് ആ ഒരു 1.5 വർഷത്തിന് ശേഷം അവൾ പിന്നെയും അവളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അവൾ പിന്നെയും മ്യൂസിക്സ് എന്താ പറയുക ചെയ്യാൻ തുടങ്ങും, പാട്ടുകൾ പാടാൻ തുടങ്ങും. അന്ന് അവൾ തിരിച്ചറിയും ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും തന്നെ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് എന്താണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ശരി എന്ന് തോന്നുന്നത് അതിന് വേണ്ടിയിട്ട് പിന്നീട് അവൾ ജീവിക്കാനായിട്ട് തുടങ്ങും. ഈ എന്താ പറയുക
ടൈലർ സ്വിഫ്റ്റിൻ്റെ ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രീം മാറ്റി വയ്ക്കലുണ്ട്. പക്ഷേ നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്നത്, അതായത് മാന്യമായിട്ടുള്ള രീതിയിൽ, ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ ആരും തന്നെ സ്പെഷ്യൽ അല്ല, നമ്മളെല്ലാവരും സ്പെഷ്യലാണ് നമ്മുടേതായ രീതിയിൽ. എന്നാൽ പോലും എന്താ പറയുക, നമ്മൾ വിചാരിക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അതങ്ങ് ഒഴിവാക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ ചെയ്യുക. പിന്നെ വേറൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ ബിസിയുള്ള ഈ ഒരു ലോകത്ത് ആർക്കും ആരെയും പറ്റി ചിന്തിക്കാൻ സമയമില്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രമാണ് നോക്കാനുള്ള സമയം. എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് നെഗറ്റീവ് പറയാനായിട്ട് ആൾക്കാർ എന്താണെങ്കിലും ഉണ്ടാവും, നമ്മളെ ജഡ്ജ് ചെയ്യാനും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ലൈഫ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ജീവിക്കാൻ പറ്റട്ടെ. മാന്യമായിട്ടുള്ള രീതിയിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഓക്കെ, ബൈ.